വയനാട് മീനങ്ങാടിയിൽ വീണ്ടും കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അരിമുള റോഡിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജീപ്പുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. കാളിദാസ് ഉണ്ട് വയനാട്ടിൽ നിന്ന്. കാളിദാസ്, ഒരു ആശങ്കയുടെ മണിക്കൂറുകൾ എന്ന് തന്നെ പറയാം. രാത്രിയാണ്, അപ്പോൾ ഒന്നുകൂടി ജാഗ്രത പുലർത്തേണ്ട സമയമായിരുന്നു. നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ കടുവയുടെ സാന്നിധ്യം, അതായത് കൃത്യമായി പറഞ്ഞാൽ കടുവയുടെ കാൽപ്പാടുകളടക്കം പല ഭാഗത്തായി ആ മീനങ്ങാടി അരിമുള റോഡിലെ പല പ്രദേശത്തായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിലേക്ക് തന്നെ വനംവകുപ്പ് കടന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പ്രദേശവാസി കടുവയെ നേരിട്ട് കണ്ടിരുന്നു എന്നുള്ളതും കൂടിയാണ് അവിടുത്തെ പ്രദേശവാസി അടക്കം വനംവകുപ്പിനോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രദേശവാസി പറഞ്ഞതിനനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പകലൊക്കെ വനംവകുപ്പ് അവിടെയൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള തെരച്ചിലുകളൊക്കെ പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ രാത്രിയോടെ 9 മണിയോടെയാണ് വീണ്ടും ആ പ്രദേശത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഇത്തരത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാർ ആശങ്കയിലാണ്. നിലവിൽ വനംവകുപ്പ് സ്ഥലത്തെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു ജീപ്പുകളിൽ. തുടർന്ന് തിരച്ചിലും പുരോഗമിക്കുന്നു. അനിൽ, വയനാട് മീനങ്ങാടിയിലാണ് കടുവയുടെ സാന്നിധ്യം വീണ്ടും കണ്ടതായി പറയുന്നത്. അവിടെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. അതീവ ജാഗ്രതയിലാണ് നാട്ടുകാർ. വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിശോധന തുടരുകയാണ്. എന്തായാലും കടുവയെ കണ്ടെത്തട്ടെ, നാട്ടുകാരുടെ ആശങ്ക മാറ്റട്ടെ എന്നുള്ളത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.